എ എന്ന് പറഞ്ഞ ബിസിനസ്സാണ് ബേസിക്കലി. അവർക്ക് ടൂറിസം, മറ്റുള്ള പൊട്ടൻഷ്യൽ ആണെങ്കിലും ഓയിലാണെങ്കിലും അവർ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ സെക്യൂരിറ്റി അവർക്ക് ഏറ്റവും വലിയ ഘടകമാണ്. അതിൻ്റെ കാരണം അവർ ട്രേഡും പരിപാടികളൊക്കെ ചെയ്യുന്ന രാജ്യമാണ്. അപ്പം അതിനകത്ത് ഈ ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിച്ചില്ല. അവരെ സഹായിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതുകൊണ്ട് ആ രാജ്യങ്ങളോട് കൂടുതലങ്ങ് അടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവനും ഈ പറയുന്ന അമേരിക്കയുമായിട്ടാണ് ഇനി ഫർദർ അവർക്ക് പോകാൻ താല്പര്യം. ഫ്രാൻസിൻ്റെ കൂടെ പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇന്ത്യയുടെ സ്ഥിതി വേറെയാണ് ബേസിക്കലി. കാരണം ഇന്ത്യക്ക് ഈ സോഴ്സ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫ്രാൻസിൻ്റെ നിന്ന് വാങ്ങുന്ന സാധനം തന്നെ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എക്സ്പയറിയൊക്കെ ഉണ്ട് ഈ സാധനത്തിന്. അതായത് നിരന്തരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള ഇവിടെ ഡെവലപ്പ് ചെയ്ത ബ്രഹ്മോസ് ആണെങ്കിൽ ഈ സാധനങ്ങൾ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയെ ചതിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വലിയൊരു ഡെലിഗേറ്റ് അമേരിക്കയിൽ പോയി F-15 വാങ്ങുന്ന കാര്യത്തിൽ ഏകദേശം ധാരണയിലായി എന്നാണ് അറിയുവാൻ കഴിയും. ചില ജെയിൻസ് ഡിഫൻസ് വീക്കിൽ അതിനെപ്പറ്റി ചില ആർട്ടിക്കിളൊക്കെ എഴുതുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫ്രാൻസിൻ്റെ പല സാധനങ്ങളും ഇനി ഡംപ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ട് വളരാൻ വേണ്ടി ഈ പറയുന്ന സോഴ്സ് കോഡ് കൊടുക്കാം, അതേപോലെ ഇഞ്ചിൻ്റെ ടെക്നോളജി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം വഹിച്ചു. അതിനകത്ത് മോദിക്ക് ഒരു അടി കിട്ടി. കാരണം മോദി ഇവരെയൊക്കെ വളരെ കാര്യമായിട്ടൊക്കെ വളരെ റിലയബിളായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഈ സംഭവങ്ങളൊന്നും നടന്നില്ല. ഉറപ്പായിട്ടും അമേരിക്കൻ ഗെയിം ഇതിൻ്റെ അകത്ത് മാറ്റർ ചെയ്യും. അവിടെയാണ് അമേരിക്ക ഗെയിൻ ചെയ്തിരിക്കുന്നത്, ഇസ്രായേൽ ഗെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു സമയത്ത് റഷ്യ അത് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്രഞ്ച് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഇസ്രായേലും ഫ്രാൻസും തമ്മിൽ വലിയ ഉടക്കിലാണ്. ഇപ്പം ഫ്രാൻസിൻ്റെ സാധനങ്ങൾ ഇസ്രായേലും വാങ്ങുന്നില്ല. ഈ ഫ്രാൻസ് എന്ന് പറയുന്ന അവർ ഇസ്രായേലിന് ഡിഫൻസിൻ്റെ എക്യുപ്മെൻസും കൊടുക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻ ഫ്യൂച്ചറിൽ ഇതേപോലെയുള്ള ഈ ഫ്രഞ്ച് സാധനങ്ങളുടെ അകത്ത് എന്തെങ്കിലും ജുഗാഡ് തരികയുടെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ വേണ്ടി ഈ ഇസ്രായേലി എഞ്ചിനീയേഴ്സ് പോലും സഹകരിക്കാത്ത രീതിയിലോട്ടായി മാറി. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴത്തെ ഒരു നിലപാടെടുക്കുന്നത്. തൽക്കാലത്തേക്ക് റഷ്യയും ഫ്രാൻസിനെയും മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൈ എൻഡ് ആയിട്ടുള്ള ടെക്നോളജി എക്യുപ്മെൻസിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്, അതേപോലെ ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതേപോലെ സെക്കൻഡ് ഹാൻഡ് എയർക്രാഫ്റ്റ് UAE കിട്ടുവാണെങ്കിൽ വില കുറച്ചാണ് ഈ റഫേൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീലിനൊക്കെ വേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് എന്നും അറിയുവാൻ പല മീഡിയ സോഴ്സിൽ നിന്ന് അറിയുന്നുണ്ട്.